ഹലോ, അപ്പം നമ്മളിന്നൊന്ന് കൊച്ചി പോവാണ്. ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് എത്തി. പിന്നെ രാവിലെ അമ്മ ഉപ്പുമാവ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമ്മമാർ മാത്രം നേരത്തെ ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ ഇത്. എനിക്ക് പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ട്രെയിൻ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ കഴിച്ചു. പിന്നെ മുല്ലപ്പൂവിൻ്റെ സീസണല്ലേ, അപ്പോൾ ഇന്നലെ തന്നെ അമ്മയും അച്ഛനും കൂടി മുല്ലപ്പൂ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് ഭംഗി നോക്കിയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് പോകാനുള്ള ട്രെയിനില്ല, നമ്മുടെ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് പെരുന്നാളും കൂടിയല്ലേ, അപ്പോൾ ട്രെയിൻ ലേറ്റ് ആവുന്നത് സ്വാഭാവികം. നമ്മൾ പോകുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പിന്നെ അങ്ങനെ കാത്തു നിന്നതിന് ശേഷം നമ്മുടെ ട്രെയിനും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സീറ്റിലൊക്കെ ഇരുന്നു. പെരുന്നാളായതുകൊണ്ട് സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച്, പക്ഷേ സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം അമ്മയുണ്ട് കൂടെ. നമ്മൾ എന്തിനാ കൊച്ചി പോകുന്നതല്ലേ, നമ്മളിന്ന് സ്റ്റാർ സിംഗറിൻ്റെ ഓഡിയൻസ് ആയിട്ട് പോവാണ്. അവിടെ ഇറങ്ങി ഓട്ടോയും വിളിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള എപ്പിസോഡിലേക്കാണ് പോകുന്നത്. കൊച്ചി പോയാൽ പിന്നെ ബ്ലോക്ക് നിർബന്ധമാണല്ലോ. അങ്ങനെ 1, 2, 3 ബ്ലോക്കിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോവാണ്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിതെല്ലാം ഒരു പുതിയ അനുഭവമായതുകൊണ്ട് നമ്മളെല്ലാം വണ്ടറടിച്ച് എല്ലാം നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഫുഡും സ്നാക്സും എല്ലാം അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ബിരിയാണി ആയിരുന്നു കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് കയറ്റി. അങ്ങനെ എല്ലാം കണ്ട് വണ്ടറടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരായിട്ട് എൻട്രി തുടങ്ങിയത്. ഇതെല്ലാം ടി വിയിൽ കണ്ട് മാത്രം പരിചയമുള്ള ഞങ്ങൾക്ക് വേറിട്ടൊരനുഭവം തന്നെയായിരുന്നു. ദേ നമ്മുടെ തഗ് മാസ്റ്റർ വിധു അണ്ണനും സിത്തുമണിയും. പിന്നെ നമ്മൾ പോയത് ഇവരൊക്കെ കാണാനും സെൽഫി എടുക്കാനും അവിടെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ. പിന്നെ നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ഫുഡും അവിടെ ഉണ്ടായിരുന്നു. അതും വാങ്ങി റൂമിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓട്ടത്തിലായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി വേഗം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി 10:30 വരേണ്ട ട്രെയിൻ 11 മണിയായിട്ടാണ് വന്നത്. പിന്നെ 2.5-3 മണിക്കൂർ കൊണ്ട് ഒറ്റപ്പാലത്തെണ്ട ഞങ്ങൾ എത്തിയത് 4-4.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പം ഇന്നത്രയൊക്കെ ഉള്ളൂ. ചാനൽ ഇഷ്ടമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.